real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. കരുവാരക്കുണ്ട് തുവൂർ കാളികാവ് പഞ്ചായത്തുകളിലെ മലയോര മേഖലയോട് ചേർന്നുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കാളികാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുബഷിറുമായി ജില്ലാ പഞ്ചായത്ത് അംഗം നേരിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ട് തുവ്വൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലും ഇറങ്ങിയ കാട്ടാന ജനങ്ങൾക്ക് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. നിരന്തരം വന്യമൃഗശല്യം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിശദീകരണം. എന്നാൽ നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിൽ ആവശ്യത്തിന് അംഗങ്ങളില്ലാത്തതാണ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. താൽക്കാലികമായി കൂടുതൽ അംഗങ്ങളെയും ആവശ്യമായ സൌകര്യങ്ങളെയും ഉൾപ്പെടുത്തി RRT ടീമിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറാകണം. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനയെ മയക്കുവെടി വെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്ന കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്നതിനായി വനംവകുപ്പും നാട്ടുകാരും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആളുകൾ പെരുമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. കരുവാരക്കുണ്ട് കാളികാവ് തുവൂർ പഞ്ചായത്തുകളിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി കാട്ടാനയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കാജനകമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാളികാവിലിറങ്ങി ഇന്ന് രാവിലെ കരുവാരക്കുണ്ടിലും തുവൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഈ കാട്ടാന ആളുകൾക്ക് പ്രയാസകരമാവുന്ന രൂപത്തിൽ അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പ്രദേശത്ത് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായി ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഈ മേഖലയിലെ ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന് കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ് എങ്കിൽ അവർ പറയുന്നത് PRT ടീമിനെ വെച്ചിട്ടാണ് ആനയെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ആ ടീമിലെ അംഗങ്ങളുടെ അപര്യാപ്തത കുറവുണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി അംഗങ്ങളുടെ എണ്ണം കൂട്ടി എത്രയും പെട്ടെന്ന് നാട്ടിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടാനയെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് ആണ് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഈ ആനയെ മയക്കുപിടി വെച്ച് മറ്റ് ഉൾവനത്തിൽ കൊണ്ടുപോയി വിടാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് സ്വീകരിക്കണം. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായിരിക്കുന്ന കൂലിപ്പണിക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിരന്തരം ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഉൾപ്പെടെ തുടർന്നും ഇതുപോലെയുള്ള വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാവുമ്പോൾ വനംവകുപ്പ് വളരെ സത്വരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ സാഹചര്യം ഉണ്ടാവുമ്പോൾ നാട്ടുകാരായിരിക്കുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതുണ്ട്. ആന വരുമ്പോൾ അതിനെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമം വനംവകുപ്പ് നടത്തുമ്പോൾ അതിന് അവർക്ക് സഹായകരമാകുന്ന രൂപത്തിലാണ് പൊതുജനങ്ങൾ അവിടെ. അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനകീയ സമരങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.